ഇപ്പോൾ കർഷക നേതാവായ ശ്രീ സിജു ഫ്രാൻസിസ് നമ്മളോടൊപ്പം ടെലിഫോണിലായി ചേരുന്നുണ്ട്. ശ്രീ സിജു ഫ്രാൻസിസ്, താങ്കൾ ആ പ്രദേശത്തുണ്ടോ? സ്പോട്ടിലുണ്ട്. ബോഡിയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അതെയോ? എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എന്തായിരുന്നു അവസ്ഥ? മാഡം ഒരു 45 മിനിറ്റ്സ് ബാക്കാണ് ഇത് സംഭവിച്ചിരിക്കുക. ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്ന് പറയുന്നത്, ഈ പഞ്ചായത്ത് ടാർ ചെയ്ത് കൊടുത്തിരിക്കുന്ന പൊതുവഴിയുടെ സൈഡിലാണ് ഈ ബോഡി ഇപ്പോൾ കിടക്കുന്നത്. അവരുടെ താമസ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. ഏറ്റവും സങ്കടം എന്ന് പറയുന്നത്, ആന വഴി സൈഡിൽ നിൽക്കുന്നു എന്ന് വേറൊരാൾ വന്നിട്ട് 500 മീറ്റർ തൊട്ടപ്പുറത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അവർ ഇവിടം വരെ ഒന്ന് വരാനോ ആനയെ തുരത്താനോ പരിശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഈ ആദ്യം കണ്ടയാള് 500 മീറ്റർ അപ്പുറത്തുള്ള ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പുറകെ വന്നയാളാണ് ആന ആക്രമിച്ചത്. ആ സമയത്ത് ആ ടൈമിലെ ഇന്റർവെൻഷൻ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീഷ്യൽസ് നടത്തിയിരുന്നെങ്കിൽ ഈ ദാരുണമായ ഒരു കൊലപാതകം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ആ സമയം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ഇടപെട്ടില്ല അല്ലേ? ഇടപെട്ടില്ല. അതിനുശേഷം ഇത് സംഭവിച്ചതിന് ശേഷം ബോഡി നിലത്ത് കിടന്നിട്ട് പോലും അവരുടെ വണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഡീസൽ ഇല്ലെന്ന് പറഞ്ഞു. ഡീസൽ ഇല്ലാന്ന്. ഓ, അതായത് ഈ കാട്ടാന അവിടെ ഉണ്ട് എന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെടുത്ത് അടുത്തുള്ള ഓഫീസിൽ ചെന്ന് പറഞ്ഞിരുന്നു. അതെ. ഈ മരിച്ചു കിടക്കുന്ന എൽദോസിന് തൊട്ടു മുമ്പ് വന്നയാള് ആന വൈസൈഡിൽ ഉണ്ടെന്ന് അറിയുകയും അതിന്റെ സിംറ്റംസ് ഒക്കെ കാണുകയും ചെയ്തപ്പോൾ തിരിച്ചു നടന്നു ചെന്ന് 500 മീറ്റർ പോലും അപ്പുറത്തല്ലാത്ത ഫോറസ്റ്റ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവരൊന്ന് റോഡിലേക്ക് ഇറങ്ങി വരുന്നതിനോ ആന വൈസൈഡിൽ ഉണ്ടോ എന്ന് നോക്കുന്നതിനോ ആ വഴിയിലൂടെ നടന്നു വരുന്ന ആൾക്കാർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതിനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. ഈ ഫോറസ്റ്റുകാരെ അറിയിച്ചതിന് ശേഷമാണോ ഈ ആക്രമണം ഉണ്ടാകുന്നത് എൽദോസിന് നേരെ? അതെ. അവര് ടൈമിൽ ഇന്റർവെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ഈ ഫോറസ്റ്റ് സ്റ്റേഷന്റെ 500 മീറ്റർ അപ്പുറത്താണ് ഈ ഡെഡ് ബോഡി കിടക്കുന്നത്. ഇതിപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്, താങ്കൾ ഉൾപ്പെടെ ആ കൂട്ടത്തിലുണ്ട്. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പെർമനന്റ് സൊല്യൂഷൻ വേണം. ഇവര് ഫ്രഞ്ച് താത്താനും വേണ്ടി നബാർഡിന് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അവിടെ ഹാങ്ങിങ് ബെഞ്ചിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തൊക്കെ ചുമ്മാ രാഷ്ട്രീയപരമായ ചില നാടകങ്ങൾ വിളിച്ചു പറയുന്നല്ലാതെ ഇൻ റിയാലിറ്റിയിൽ ഒരു കാര്യവും ഈ മേഖലയിൽ നടന്നിട്ടില്ല. 2.5 കോടി രൂപയ്ക്ക് ഇവിടെ ഫെൻസിംഗ് ഇടാനുള്ള സംവിധാനങ്ങളായി എന്നും പറഞ്ഞുകൊണ്ട്, കോതമംഗലം നിയോജക മണ്ഡലത്തിലായി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വർഷം മുമ്പ് പത്രവാർത്ത കൊടുത്താൽ ഒരു നൂൽക്കമ്പി പോലും ഇവിടെ വലിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ജനങ്ങൾ ആനയടക്കമുള്ള ആൾക്കാർ ജനവാസ മേഖലയിൽ ഇറങ്ങുകയാണ്. മനസ്സിലായി. ഞാൻ ഈ നിൽക്കുന്ന കോതമംഗലം താലൂക്കിൽ മാത്രം ഒരു 3 വർഷത്തെ കണക്ക് ഞാൻ പറയാം. അതായത് ഒരു 3 വർഷം മുമ്പ് മാമലക്കണ്ടത്തുള്ള നളിനി, കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ നളിനി എന്ന് പറഞ്ഞ ചേച്ചിനെ ആന കൊന്നു. പിണവൂർക്കുടിയിൽ ഈ ബോഡി കിടക്കുന്നിടത്തുനിന്ന് 1 കിലോമീറ്റർ പോലും ഇല്ലാത്ത പിണവൂർക്കുടിയിൽ സന്തോഷം എന്ന് പറഞ്ഞ ആള് 2022 ലാസ്റ്റ് ആനയെ ഒട്ടിക്കൊന്നു. 2017 പൂയംകുട്ടി, ഈ കോതമംഗലം താലൂക്കിനാണ് വേങ്ങൂരാൻ ജോണിയെ ആനയെ ഒട്ടിക്കൊന്നു. അതുപോലെ തന്നെ നേരിമംഗലത്ത് ഇന്ദിര എന്ന് പറഞ്ഞ സ്ത്രീ ആനയെ ഒട്ടിക്കൊന്നു. പിന്നെ ഞാൻ MA കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മുകളിലേക്ക് പന തള്ളിയിട്ട് ആന ആ കുഞ്ഞിനെ കൊന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടും ഇവിടുത്തെ അധികാരികൾക്കും തീർച്ചയായും ശ്രീ സിജു ഫ്രാൻസിസ്, താങ്കൾ പറഞ്ഞ ആ ഓരോ സംഭവങ്ങളെ കുറിച്ചും റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഞങ്ങൾക്കറിയാം എത്രത്തോളം പ്രശ്നമുണ്ട് ആ പ്രദേശത്തൊക്കെ. കൃത്യമായിട്ടുള്ള പരിഹാരം വേണമെന്ന് പല കാലങ്ങളായിട്ടും ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ നോക്കൂ, അവിടെ ഒരു കൃത്യമായിട്ടുള്ള വേലി സജ്ജീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോലുമുള്ള നിർദ്ദേശം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് നടപ്പിലായില്ല എന്ന് മന്ത്രിയും പറയുന്നത്. നോക്കൂ, അവിടെയുള്ള ആൾക്കാർക്ക് പോലും അക്കാര്യത്തെക്കുറിച്ച് അറിയാം, നടപ്പിലായില്ല എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ പല ആരോപണങ്ങളും നാട്ടുകാരും അവിടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്.